സോ മക്കൾ, നമ്മുടെ ലെറ്റ് സേവ് ഫോർ ദ ഫ്യൂച്ചർ എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബാങ്ക് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ ഏതെണ്ണമാണ്? 3 നമുക്കുണ്ട്. ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഉണ്ട്, ജോയിന്റ് അക്കൗണ്ട് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തിഗത അക്കൗണ്ടിനെയാണ് ഇൻഡിവിജ്വൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓപ്പൺ ഇൻ ദ നെയിം ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഓൺലി ദാറ്റ് പേഴ്സൺ ക്യാൻ മേക്ക് ട്രാൻസാക്ഷൻ ത്രൂ ദാറ്റ് അക്കൗണ്ട്. ഓക്കെ, നമ്മുടെ പേരിൽ തുടങ്ങി നമുക്ക് മാത്രമേ അതിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പണമിടപാടുകൾ നടത്താൻ പറ്റുള്ളൂ. അതാണ് ഇൻഡിവിജ്വൽ ബാങ്ക്. ഇനി ജോയിന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? രണ്ടോ അതിലധികമോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചേർന്ന് ആരംഭിക്കുന്ന അക്കൗണ്ടുകളാണ് സംയുക്ത അക്കൗണ്ട് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ നമ്മളും നമ്മുടെ അമ്മയുണ്ടാവും, അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലുള്ള കുറച്ച് ആൾക്കാർ കൂടി ചേർന്നിട്ട് ഉണ്ടാക്കുന്നതാണ് ജോയിന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതുമല്ലാതെ മൂന്നാമത്തതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട്, സ്ഥാപന അക്കൗണ്ട് എന്ന് പറയുന്നത്. ആൻ അക്കൗണ്ട് ഓപ്പൺ ഇൻ ദ നെയിം ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആൻ ഓതറൈസ്ഡ് പേഴ്സൺ ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓപ്പൺസ് അക്കൗണ്ട്സ് ആൻഡ് മേക്ക് ട്രാൻസാക്ഷൻ. അല്ലെ, ഒരു സ്ഥാപനത്തിന്റെ പേരിൽ തുടങ്ങുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കൗണ്ട്. അവിടെയുള്ള ഒരു അധികാരപ്പെട്ട വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്? ഈ അക്കൗണ്ട് ആരംഭിക്കുന്നത്, അതിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ 3 അക്കൗണ്ടുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നിങ്ങളുടെ അക്കൗണ്ട് ഏതാണെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം.